വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ ഹൈക്കോടതി കാണും. കൊച്ചിയിലെ സ്റ്റുഡിയോയിൽ ശനിയാഴ്ച രാവിലെ 10-നാണ് സിനിമ കാണുക. സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകാത്തത് ചോദ്യം ചെയ്ത് നിർമ്മാതാക്കൾ നൽകിയ ഹർജി പരിഗണിച്ചാണ് ചിത്രം കാണാനുള്ള തീരുമാനം. ബുധനാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഇവിടെ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദം പിന്നീട് നമുക്കറിയാം വലിയ പ്രതിഷേധങ്ങൾക്ക് വരെയും കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട ആർക്കാണ് ഈ പേര്, ഈ ജാനകി എന്ന പേരിന് എന്താണ് പ്രശ്നം, ആർക്കാണത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് തുടങ്ങിയ വിമർശനം ഹൈക്കോടതി തന്നെ ഉന്നയിച്ചതാണ്. ഇപ്പോൾ സിനിമാ പ്രവർത്തകരെ സംബന്ധിച്ച്, സിനിമയുടെ അണിയറ പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു തീരുമാനം തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഈ സിനിമ കണ്ട ശേഷം ഹൈക്കോടതി ഇതിന്മേൽ ഒരു തീരുമാനം, ഉത്തരവ് നൽകുമെന്നാണോ പ്രതീക്ഷിക്കേണ്ടത്? സിനിമയുടെ നിർമ്മാതാക്കൾ നൽകിയ ഹർജി പരിഗണിക്കുകയാണ് ഹൈക്കോടതി ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. അടുത്ത ബുധനാഴ്ച വീണ്ടും ഹർജി പരിഗണിക്കും. അതിനു മുൻപ് ശനിയാഴ്ച ജഡ്ജി അടക്കമുള്ളവർ ഈ സിനിമ കണ്ട ശേഷമായിരിക്കും തീരുമാനമെടുക്കുക എന്നതിന്. ഇതിന് പ്രധാനമായും ഹൈക്കോടതി ചോദിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം, മതം എന്നുള്ള ഘടകം ഏത് സാഹചര്യത്തിലാണ് വരുന്നത് എന്ന് കഴിഞ്ഞ തവണ ഹിയറിംഗിൽ രൂക്ഷ വിമർശനമാണ് ഈ സെൻസർ ബോർഡിനെതിരെ ഹൈക്കോടതി ഉന്നയിച്ചത്. മതപരമായി അതിന് പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഈ സീത എന്ന് പറയുന്ന രാമായണത്തിലെ, അതായത് ഹിന്ദു മഹാപുരാണത്തിലെ പേരാണ് ഉപയോഗിച്ചിരിക്കുന്നത്, സീതയുടെ പേരാണ് ജാനകി. അതുകൊണ്ട് തന്നെ രാമായണത്തിലെ ഈ പ്രയോഗങ്ങളൊന്നും അനുവദനീയമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിന് 96 തവണ ജാനകി എന്ന സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് സിനിമയ്ക്ക് പ്രദർശന അനുമതി നൽകാത്തത് എന്ന് തന്നെയായിരുന്നു സെൻസർ ബോർഡ് കോടതിയിൽ ഉന്നയിച്ചത്. അത് പ്രത്യേകിച്ചും അതുകൊണ്ട് തന്നെ ഈ മതപരമായിട്ടുള്ള എന്ത് സാഹചര്യങ്ങളെയാണ് ഇത് ഹനിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കണം എന്ന് സെൻസർ ബോർഡിനോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു. റിവൈസ് കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് കോടതിയിൽ സെൻസർ ബോർഡ് ഉന്നയിച്ചപ്പോൾ ഏത് സാഹചര്യത്തിലാണ് റിവൈസ് കമ്മിറ്റി ഇതിൽ ഇടപെടുന്നത്, അല്ലെങ്കിൽ റിവൈസ് കമ്മിറ്റിക്ക് ഇതിലുള്ള ഉത്തരവാദിത്വം എന്താണ് റിവൈസ് കമ്മിറ്റിയുടെ റോൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഹൈക്കോടതി ചോദിച്ചിരുന്നു. എന്നിരുന്നാൽ പോലും ഇന്ന് വീണ്ടും ഹർജി പരിഗണിക്കാൻ മാറ്റിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ തവണ വലിയ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് കോടതി സെൻസർ ബോർഡിനെതിരെ ഇതിന് കൃത്യമായ, അതായത് ഏത് സാഹചര്യത്തിലാണ് സിനിമയ്ക്ക് പ്രദർശന അനുമതി നിഷേധിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാക്കണം എന്ന് ഉന്നയിച്ചുകൊണ്ടാണ് ഹൈക്കോടതി കേസ് ഹിയറിംഗ് വീണ്ടും ഇന്നത്തേക്ക് മാറ്റിയത്. ഇന്നത്തെ തീരുമാനം അടുത്ത ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. പക്ഷേ അതിനു മുൻപ് ജഡ്ജി അടക്കമുള്ളവർ ജസ്റ്റിസ് എൻ നഗരേഷിന്റെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചിട്ടുള്ളത്. ജഡ്ജി അടക്കമുള്ളവർ വീണ്ടും ഈ സിനിമ ശനിയാഴ്ച കണ്ട ശേഷമായിരിക്കും അതിൽ തീരുമാനമെടുക്കുക എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. ഈ വിഷയത്തിൽ സെൻസർ ബോർഡിന്റെ ഒരു നിലപാട് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ അവർ ഈ സിനിമയുടെ പ്രദർശനാനുമതി റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഏറ്റവും ഒടുവിൽ അറിയിച്ചിരിക്കുന്ന നിലപാട്? സിനിമ മതത്തെ ബാധിക്കുന്ന തരത്തിലാണ് സിനിമയുടെ പേര്. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് സിനിമയുടെ പേര്. ജാനകി എന്ന് പറയുന്നത് സീതയുടെ പേരാണ്, സീതയുടെ പേരിൻ്റെ പര്യായങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ജാനകി എന്നുള്ള പേര് ഉപയോഗിക്കാൻ പാടില്ല, പേര് മാറ്റണം എന്നുള്ള നിർദ്ദേശമായിരുന്നു സെൻസർ ബോർഡ് സിനിമയുടെ നിർമ്മാതാക്കൾ, സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് മുന്നിലേക്ക് വെച്ചിരുന്ന ആവശ്യം. അതായത് അത് മാറ്റില്ല. പക്ഷേ ആ ഒരു സാഹചര്യം എങ്ങനെയാണ്? അങ്ങനെയെങ്കിൽ ജാനകി എന്ന പേരോ, അതല്ലെങ്കിൽ മിക്കവാറും എല്ലാ സ്ത്രീകൾക്കും, അല്ലെങ്കിൽ എല്ലാ സിനിമകൾക്കും സ്ത്രീകളുടെയും പേര് ഈ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ടുള്ളതാണല്ലോ എന്ന് കോടതി ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെയെങ്കിൽ ഒരു പേരും ഇടാൻ പറ്റാത്ത, സിനിമയ്ക്ക് ഒരു പേരും നൽകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. കലാകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. പേരെങ്ങനെ ഇടണമെന്ന് സെൻസർ ബോർഡ് അല്ല തീരുമാനിക്കേണ്ടത്. സിനിമയുടെ പേര് നിർദ്ദേശിക്കേണ്ടതും അതിൻ്റെ കോണ്ടന്റ് നിർദ്ദേശിക്കേണ്ടതും കലാകാരന്മാരാണ്. അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് ഇത് തന്നെയായിരുന്നു കോടതി ഈ സെൻസർ ബോർഡിനെതിരെ ഉന്നയിച്ച രൂക്ഷ വിമർശനത്തിൽ പറഞ്ഞത്. അപ്പോഴും സെൻസർ ബോർഡ് റിവൈസ് കമ്മിറ്റി ഇക്കാര്യത്തിൽ റിപ്പോർട്ട് നൽകും. റിവൈസ് കമ്മിറ്റി നൽകിയിരിക്കുന്ന, അല്ലെങ്കിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ ഇത്തരത്തിൽ മതത്തെ ഹനിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ മതത്തിൻ്റെ ആചാരങ്ങളെ ഹനിക്കുന്ന തരത്തിലുള്ള പേരാണ് എന്നുള്ള കാര്യമായിരുന്നു പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്. റിവൈസ് കമ്മിറ്റിക്ക് ഇതിലെന്താണ് റോള് എന്ന് ഹൈക്കോടതി ചോദിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി സെൻസർ ബോർഡിനെതിരെ ഉന്നയിച്ചത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സിനിമ പൂർണ്ണമായും കണ്ട ശേഷം അന്തിമ തീരുമാനമെടുക്കുമെന്ന് ഹൈക്കോടതി തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ അടുത്ത ബുധനാഴ്ചത്തേക്ക് കേസ് വീണ്ടും പരിഗണിക്കും. ഈ വരുന്ന ശനിയാഴ്ച ജഡ്ജി ഈ സിനിമ കണ്ട ശേഷം അതിൽ കൂടുതൽ
തീരുമാനമുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കേട്ടോ. യെസ്, വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ ഹൈക്കോടതി കാണാൻ തീരുമാനമായിരിക്കുന്നു കൊച്ചിയിലെ സ്റ്റുഡിയോയിൽ. ശനിയാഴ്ച രാവിലെ 10 മണിക്കാണ് ജഡ്ജി ഉൾപ്പെടെയുള്ളവർ ഈ സിനിമ കാണുന്നത്.